ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കായംകുളത്താണ്. കായംകുളത്തിൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്, കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടു. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് തന്നെ ആദ്യമായിട്ട് കണ്ടത് ദേ ഈ ഒരു കുളമാണ്. അതിലാണെങ്കിൽ ഇഷ്ടം പോലെ മീനും, അതിനാണെങ്കിൽ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ആലും കളത്തട്ടും ഒരു കിണറും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നേരെ പോയത് അജിയപ്പയുടെ വീട്ടിലേക്കാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പം നമ്മൾ വണ്ടി കുറച്ച് ദൂരെ ഒതുക്കിയിട്ട് നടന്നാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. രണ്ട് സൈഡും വയലും അതുപോലെ തന്നെ കുളവും മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാഭയൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. കാണാൻ വളരെ ഭംഗിയാണ്. ശരിക്കും വളരെ സൈലൻ്റായിട്ട് തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറി കുറച്ച് നേരം സമാധാനം കിട്ടുന്ന നല്ലൊരു സ്ഥലം. അവിടെ രണ്ട് വശത്തും കുളങ്ങളുണ്ട് കേട്ടോ. കുളത്തിൽ നിറയെ മീനുണ്ട്. ഇന്ന് മീനൊക്കെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി അവിടെ നിന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. വീട്ടിലെല്ലാവരും തന്നെ കുക്കിങ്ങിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ആരും പുറത്തൊന്നും കാണാത്തത്. അങ്ങനെ ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി റൂമിലൊക്കെ കയറി ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാനും മീനാശിയും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പുറത്തേക്ക് വന്നു. പിന്നെ ഈ കുളത്തിലെല്ലാം ഒരുപാട് മീനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മീൻ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ ഓൾറെഡി ഒരു ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ അത് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂറായി. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൽ കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് വലിയ മീനൊന്നും കിട്ടിയില്ല. ചെറിയ കുറച്ച് മീനുകളെ മാത്രമാണ് കിട്ടിയത്. പിന്നെ 2 ആമയെ കിട്ടി കേട്ടോ. അത് മാത്രമായിരുന്നു അതിൽ നിന്ന് കിട്ടിയത്. ബാക്കി എല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളായിരുന്നു. അപ്പോൾ ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേട്ടനാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനായിട്ട് നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെ നേരെ വെള്ളത്തിലേക്ക് തന്നെ മാറ്റി. അപ്പോൾ മീൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേന് കുറേ പേരൊക്കെ ഓടി വന്നു മീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ 2 കുഞ്ഞു ആമകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളെയാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും ഈ കുഞ്ഞു മീനൊന്നും അല്ല കേട്ടോ. ഇതിൽ ഫുള്ള് വലിയ മീനുകളുണ്ട്. അതൊക്കെ ഫ്രൈ ചെയ്ത് തന്നെ നല്ല ടേസ്റ്റുമാണ്. പക്ഷെ നമുക്കിന്ന് വലിയ മീനൊന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് അകത്ത് കയറിയിരുന്ന് എല്ലാവരും ഒക്കെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കളിച്ചും ചിരിച്ചുമൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഊണ് കഴിക്കാൻ സമയമായി. അങ്ങനെ കുട്ടികളെല്ലാം ആദ്യമേ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് വയറെല്ലാം നിറഞ്ഞൊരു ഭാഗത്തായി. പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായി. പിന്നെ കിടന്നു കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് കിടന്നില്ല. അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മിഴിക്കുട്ടി. മിഴിക്കുട്ടിയാണെങ്കിൽ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ച് വെറുതെ വരയ്ക്കുകയൊന്നുമല്ല. അടുത്ത് കൊച്ചിൻ്റെ അമ്മൂമ്മയുണ്ട്. അതായത് എൻ്റെ കുഞ്ഞമ്മയാണ് അവളുടെ അമ്മൂമ്മ. അപ്പോൾ അവൾ എൻ്റെ കുഞ്ഞമ്മ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ പടം വരച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരാൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീൻ പിടിക്കാനായിട്ട് പോയി. എന്തെങ്കിലും കിട്ടിയാലോ എന്ന് നോക്കി നോക്കി നിന്നപ്പോഴേക്കും ഒരു മീനെ നമുക്ക് കിട്ടി. സാധാരണ ഈ സൈസിലുള്ള മീനൊന്നും അല്ല കേട്ടോ കിട്ടുന്നത്, വലിയ മീനാണ് കിട്ടുന്നത്. ഇന്ന് നമുക്ക് ഇതേ കിട്ടിയുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഓണ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരവും കൂടെ ഉണ്ട്. അടുത്ത അപ്പയുടെ വീട്ടിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ അടുത്ത ലതയപ്പയുടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടത് റോക്കിക്കുട്ടനെയാണ്. റോക്കിക്കുട്ടൻ ഇങ്ങനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആദ്യം കണ്ടതിൻ്റെ ഒരു പരിചയക്കാറുണ്ട് കേട്ടോ പുള്ളിക്കാരന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന ഒരു രസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനെ കോമഡിയൊക്കെ അടിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ചായയും അതുപോലെ തന്നെ ചിപ്സും അങ്ങനെ അവിടെ ഉള്ളതൊക്കെ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് റോക്കിക്കൂട്ടിൻ്റെ അടുത്ത് കുറച്ച് നേരം പോയിരുന്നു. റോക്കിക്കൂട്ടൻ മിടുക്കനാണ് കേട്ടോ. നമ്മൾ പറയുന്നതൊക്കെ ചെയ്യും, ഷേക്ക് ഹാൻഡ് തരും, പെട്ടെന്ന് തന്നെ ഇണങ്ങി. അങ്ങനെ അവനുമായിട്ട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നു.
മിടുക്കൻ കുട്ടനാണ് റോക്കി കുട്ടൻ. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ല ഭംഗിയാണ് അവനെ കാണാൻ. അപ്പോഴേക്കും ദേ അടുത്ത സെറ്റ് ഓഫ് സദ്യ കഴിക്കാനുള്ള സമയമായി. ഇല കണ്ടപ്പോൾ തന്നെ എൻ്റെ തല കറങ്ങാൻ തുടങ്ങി. കാരണം ഇനിയും വയറ്റിൽ സ്ഥലമില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നല്ല കപ്പയും ബീഫും അതുപോലെ തന്നെ നെയ്മീൻ കറിയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കഴിക്കാണ്ടിരിക്കുന്നത്? അപ്പോൾ പിന്നെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. എനിക്ക് തല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ നെയ്മീൻ്റെ തലക്കറി എനിക്ക് തന്നെ കിട്ടി ഗൈസ്. അങ്ങനെ ഞാൻ തലയെല്ലാം കഴിച്ച് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നീട് കുറേ നേരം അവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയം ഏകദേശം 10 മണിയായി കേട്ടോ അപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് റോക്കി കൂട്ടനാണെങ്കിൽ ഭയങ്കര വിഷമം. ഞങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവനാണെങ്കിൽ എൻ്റെ കാലിൽ നിന്ന് വിടുന്നതുമില്ല, എന്നെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഒന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.